ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, പുതിയ കുടുംബാംഗങ്ങൾക്ക് പ്രത്യേക ഒരു അഭിവാദ്യം കേട്ടോ. പഴയ കുടുംബാംഗങ്ങളെ നിങ്ങൾ കുറച്ച് പുതിയ കുടുംബാംഗങ്ങളെ സംഘടിപ്പിക്കണം കേട്ടോ. ടോക്കൊക്കെ പലർക്കൊക്കെ അയച്ചു കൊടുത്തും പറഞ്ഞും സുവിശേഷ വേല ചെയ്യണം. ചിലർക്ക് എന്റെ ചൂട് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഹല്ലേലൂയ. പിന്നെ ഉണ്ടാകുന്ന അനുഭവ സാക്ഷ്യങ്ങളൊക്കെ എഴുതിയാണ് കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളിൽ പ്രത്യേകിച്ച് ഒരു നന്മ അറിഞ്ഞവരും ചില നിങ്ങൾ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരുപക്ഷെ ചില ആൾക്കാർക്ക് ഒരു ചിന്ത വരാം, ദൈവം ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങൾ നടക്കുന്നില്ല, അങ്ങനെ വിചാരിച്ച് വിഷമിക്കരുത്. എന്താണെന്നറിയാവോ, നമ്മളിങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയും പ്രാർത്ഥിക്കുകയും കൂട്ടായ്മയിലേക്ക് അയക്കുകയും ചെയ്യുന്നത് വഴി വലിയ ദൈവ പരിപാലനം അനുഭവിക്കുന്നു. ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നവരെ നടക്കണമെന്നില്ല, ദൈവം വിചാരിക്കുന്നവരെ നടക്കട്ടെ. അതാണല്ലോ അതിൻ്റെ ഒരു ദൈവഹിതം എന്ന് പറയുന്നത്. നമ്മുടെ വിചാരം ദൈവവിചാരം ഒരുമിച്ച് വരുമ്പോൾ ക്ലിയറാവും. അല്ലാത്തടത്തിച്ചൊരു പ്രശ്നം. പക്ഷെ എന്നാലും അതിനിടയിലൂടെ എല്ലാം ദൈവത്തിന്റെ ഒരു പരിപാലനം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്. എനിവേ, നിങ്ങളുടെ എല്ലാ നിയമങ്ങൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ നിയമങ്ങൾ സമർപ്പിക്കാം. അതേപോലെ തന്നെ ടോക്ക് കേൾക്കുന്നവർ എല്ലാവരുടെ നിയമങ്ങൾ ഓർക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു പറയണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് വരാൻ സാധ്യതയുള്ളവ എന്ന് പറഞ്ഞിട്ടിടുക. മഴ വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോൾ നമുക്ക് വരാൻ സാധ്യതയുള്ളവരും അതേസമയം നമ്മൾ ശ്രദ്ധിച്ചാൽ വരാതിരിക്കേണ്ടതുമായ ചില സംഗതികളാണ്. വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കാമെന്ന് പറയില്ല, അപകടം വരാതിരിക്കാൻ വേണ്ടി. 1 Pത്രോസ് 2:23 വചനം. അതിന് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയെക്കുറിച്ചൊരു വചനമാണ്. നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല. അടുത്തത്, പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല. പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ തന്നെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത്. അതിന് നല്ല ഇഷ്ടപ്പെട്ട നല്ലൊരു വചനമല്ലേ അല്ലെ? ഈശോ ചെയ്തൊരു പ്രവൃത്തി എന്താ? ഈശോ നിന്ദിക്കുക അല്ലേ? നീ പിന്നെ കുരിശിൽ നിന്ന് ഇറങ്ങി വാ, നീ നിന്നെ തന്നെ രക്ഷിക്കട്ടെ, നീ ദേവാലയം തകർത്ത് 3 ദിവസം കൊണ്ട് ശരീരമാനാലയാണ് ഉയർപ്പിക്കുന്നു പറഞ്ഞതല്ലേ അല്ലേ? അതുപോലെ നിന്ദിക്കുകയാണ്. യഹൂദർ രാജാവെ സുസ്തി, നിന്ദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല. അപ്പൊ നമ്മളിങ്ങനെ നിന്ദിക്കപ്പെടുമ്പോൾ നമുക്ക് വരാൻ സാധ്യതയുള്ളത് എന്നതാ? തിരിച്ചൊരു നിന്ന കൊടുക്കാനൊരു സാഹചര്യം വരാം. ഇനി അടുത്ത, പീഡനമേറ്റപ്പോൾ അവൻ ഈശോറിഞ്ഞ അവൻ ഭീഷണിപ്പെടുത്തിയില്ല. നമുക്കാണെങ്കിൽ ഒരുപാട് വരയ്ക്കും. നീ നോക്കിയോ, എന്നോട് ചെയ്യുന്നതിനൊക്കെ നീ ഒരു സമയം കഴിയുമ്പോൾ നീ അനുഭവിക്കും അല്ലേ? ഇപ്പൊ ഞാൻ നിസ്സഹായനാണ്, എന്നെ വേറെ പറയാം, നിനക്ക് ദൈവം കണക്ക് ചോദിക്കും അല്ലേ? ലെവലും ഭീഷണിയാണല്ലോ അത് അല്ലേ? പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല. അപ്പൊ നമുക്ക് വരാൻ സാധ്യതയുള്ള, പുറത്തെ പറഞ്ഞാൽ ഉള്ളിലെങ്കിലും ഒരു ഭീഷണി വരാം. ഓക്കെ എന്റെ സഹോദരങ്ങൾ, ഇനി ഈശോയുടെ കാര്യം എന്താ? അപ്പൊ പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ തന്നെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത്. നീതിയോടെ വിധിക്കുന്നവന് തന്നെ തന്നെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത്. അതല്ലേ ഈശോ കുരിശിൽ പറഞ്ഞത്? അങ്ങനെ കാര്യങ്ങളിൽ എന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ നിന്ന വരുമ്പോഴും പീഡനം വരുമ്പോഴും മനസ്സിലാക്കപ്പെടാത്ത അവസ്ഥ വരുമ്പോൾ തെറ്റിദ്ധാരണ വരുമ്പോഴും ഒറ്റിക്കൊടുത്തവരും നമ്മളെ വിറ്റ് കാശ് മേടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്താ പറയുക, വഞ്ചിക്കുന്നവര്, കൂടെ നിന്ന് ചതിക്കുന്നവര് അല്ലെ, നമ്മുടെ ഒപ്പം നിന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഇതെല്ലാം നമ്മുടെ യാഥാർത്ഥ്യങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ആത്മാവിന് ഒരു അപകടവും വരാതെ സൂക്ഷിച്ചോണം. അതാണ് നമ്മുടെ ആത്മകഥ. തന്നെ തന്നെ വിധിക്കുന്നവനെ തന്റെ ആത്മാവിനെ തന്നെ തന്നെ ഫലമേൽപ്പിക്കുകയാണ്. ഇവിടെ ആത്മാവിന് അപകടം വരും. അവിടെ ആത്മാവിന് ഒരുപാട് അപകടം വരും. ആത്മാവ് ചെറുപ്പം. അതുകൊണ്ടാണ് ഞങ്ങളെ ധ്യാനിപ്പിച്ച അച്ഛൻ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കാണ്. അത് പ്രദേശ കോട്ടിയിൽ പറയുകയും ചെയ്തു. അതായത് ഈശോ പിന്നെ കുരിശിന് താഴെ നിൽക്കുന്ന ശത്രുക്കളെ കണ്ടില്ല അല്ലേ? മനോഹരമായ രംഗമല്ലേ? അങ്ങനെ കാണുന്നേ, കാരണം അങ്ങനെ ഇല്ലല്ലോ അല്ലേ? ചിന്തിച്ചു, വേറൊരു ലെവലിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വചനം വളരെ ജീവിക്കാൻ പറ്റിയ ഒരു വചനമാണ്. ഇഷ്ടംപോലെ കുടുംബത്തില്, സമൂഹത്തില്, ജോലി സ്ഥലത്ത്, സുഹൃത്ത് ബന്ധങ്ങളില് ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. നന്നായിട്ട് മുറുകെ പിടിക്കുന്ന വചനത്തെ കേട്ടോ. ഈശോനുഗ്രഹിക്കുന്നത് ബ്ലസ് ചെയ്യാം. സ്തുതിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആശീർവദിക്കുന്നു. കർത്താവ് എല്ലാ പൈശാചിക പീഡകളും അന്ധകാരത്തിന്റെ ഉപദ്രവങ്ങളും രോഗപീഠകളും തടസ്സങ്ങളും കെട്ടുകളും എല്ലാവരും കുടുംബങ്ങളും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഓട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു.
കർത്താവ് ഈ വചനം കർത്താവെ കറ തീർത്ത് വണ്ണം തെറ്റാതെ നല്ല കൃത്യത ജീവിക്കാനുള്ള പ്രത്യേകം ഒരു ആത്മാവിന്റെ അഭിഷേകം ഈ ആശീർവാദ സമയത്ത് ഓരോരുത്തരിലേക്ക് നിറയട്ടെ എന്ന് ആശീർവദിക്കുന്നു. ഇന്ന് കർത്താവ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മെയിൽ അയച്ചിരിക്കുന്നവര്, വാട്സപ്പിൽ ചോദിച്ചിരിക്കുന്നവര്, കർത്താവെ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടവര്, നേരിട്ട് ഫോൺ വിളിച്ച് പറഞ്ഞവര്, കർത്താവെ PDM-ലും ASTM-ലും ഒക്കെ മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നവര്, എല്ലാവരുടെയും നിയോഗങ്ങളെ ആശീർവദിക്കുക. അതേപോലെ ആശീർവാദ സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥന എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവര്, മനസ്സ് നിയോഗം വെക്കുന്നവര്, മറ്റുള്ളവർക്ക് വേണ്ടി ഓരോരുത്തരും ആശീർവദിക്കുന്ന നടത്താം. പൈശാചികതകൾ ബന്ധിക്കുന്നു, തടസ്സങ്ങൾ വിട്ടുപോട്ടെ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളും എല്ലാം ഒരു കൃപ വന്ന് കർത്താവ് നിങ്ങളെ അതിനെ കരകയറ്റട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.